ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളൂവേ, ഈ ദിവസത്തിന്റെ മധ്യാഹ്നം പിന്നിട്ട ഈ നാഴികയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അങ്ങ് അവസരം ഒരുക്കിയതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തെ ഇതുവരെ കരുതിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ദൈവം അവസരം തന്നു എങ്കിൽ അങ്ങേക്ക് ഞങ്ങളോടുള്ള സ്നേഹം എത്ര വലുതെന്ന് ഞങ്ങൾ ഓർക്കുന്നു. എങ്കിലോ നാഥ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഒരുപാട് അകന്ന് സഞ്ചരിച്ചവരും പാപത്തെ സ്നേഹിച്ചവരും അശുദ്ധി വസിക്കുന്നവരുമാണല്ലോ. യേശുവേ, ഇപ്പോൾ അങ്ങയുടെ സന്നിധി ഇരിക്കുന്നത് വഴിയായി ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുവാൻ ഇടവരണമേ. ഈ സ്ഥലവും ഈ ദൈവമക്കളിരിക്കുന്ന സ്ഥലവും അവരുടെ ജീവിതവും ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളും ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. യേശുവിന്റെ വചനം കൊണ്ട് നിറയട്ടെ, അഭിഷേകം കൊണ്ട് നിറയട്ടെ, ശുദ്ധീകരണത്തിന്റെ അനുഭവം വരട്ടെ. സകല പൈശാചിക ബാധകളും ബന്ധനങ്ങളും കെട്ടുകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. തിരുവചനം ഞങ്ങളുടെ ഉള്ളങ്ങളിൽ എഴുതണമേ. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമായി ഞങ്ങൾ മാറണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, തന്നെ ശരണം പ്രാപിക്കുന്നോർ ഭാഗ്യവാന്മാർ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, തന്നെ ശരണം പ്രാപിക്കുന്നോർ ഭാഗ്യവാന്മാർ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, യഹോവ അവനെ വിടുവിച്ചിടുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, കർത്താവ് അവനെ വിടുവിച്ചിടുന്നു. പകൽ സമയം മേഘസ്തംഭമായി, രാത്രിവേളയിൽ അഗ്നിത്തൂണായി. പരിചൊടുതൻ പരിചരണം ചൊരിയും കൃപയിൻ വരദാനം. പരിചൊടുതൻ പരിചരണം ചൊരിയും കൃപയിൻ വരദാനം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഒരു മനുഷ്യ ജീവിതത്തിന്റെ വിജയത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ഇതിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെയും നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് പരാജയം നമ്മെ അലട്ടുന്നുണ്ടെങ്കിൽ, ഒന്നും ജീവിതത്തിൽ ലഭിക്കുന്നില്ല എന്ന് പരാതിയുണ്ടെങ്കിൽ, സങ്കടങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ, അതിന് പരിഹാരമാണ് പരിശുദ്ധ റൂഹ ഈ വചനത്തിലൂടെ നമുക്ക് നൽകുന്നത്. നീ 2 കാര്യം ചെയ്യുക. ഒന്നാമത്തെ കാര്യം, നിന്റെ പഴയ ഓർമ്മകളെ നീ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുക. പഴയ ഓർമ്മകളെ മാറ്റിക്കളഞ്ഞില്ല എങ്കിൽ അത് നിന്റെ മനസ്സിനെയും ജീവിതത്തെയും നിയന്ത്രിച്ച് നിന്നെ നിരാശയിൽ താഴ്ത്തിയിടുന്നു. ഒരു മനുഷ്യൻ എങ്ങനെയാണ് പഴയ ഓർമ്മകളെ, പഴയ തെറ്റായ വഴികളെ, പാപവശങ്ങളെ മാറ്റിക്കളയാൻ പറ്റുന്നത്? പരിശുദ്ധാത്മാവായ ദൈവം അവനിൽ നിറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിൽ അവൻ ആശ്രയിക്കുമ്പോൾ, യേശുവിന്റെ തിരുരക്തം കൊണ്ട് അവൻ കഴുകൽ പ്രാപിക്കുമ്പോൾ മാത്രമാണ്. ഈ സംഭവത്തിനെയാണ് മാനസാന്തരമെന്നും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നു എന്ന് പറയുന്നത്. 1-ാം ഘട്ടം കഴിഞ്ഞു, നിന്റെ ജീവിതം വിജയത്തിന്റെ പാതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. 2, നിന്റെ ജീവിതം വിജയമാകാൻ വേണ്ടി നിനക്കൊരു ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യം പരമവിളി അല്ലെങ്കിൽ സ്വർഗരാജ്യം, സ്വർഗത്തിലെ നിക്ഷേപം, ശരീരം വിട്ട് നമ്മുടെ ആത്മാവ്, അത് ശരീരമല്ല, ആത്മാവ് വസിക്കുന്ന നിത്യത, അതിലേക്ക് ഓടുവാൻ നിനക്കൊരാഗ്രഹമുണ്ടാകണം. അതിലേക്ക് ഓടുവാൻ നീ ക്രിസ്തുവിനോടുകൂടെ ഓടുക. ഈ 2 കാര്യങ്ങൾ ജീവിതത്തിൽ വന്നാൽ
ഒരു മനുഷ്യന് പരാജയ ഭീതിയില്ലാതെ ജയോത്സവമായി നടക്കാൻ ദൈവം അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അപ്രകാരമാക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഈ സമയത്ത് ഏറെ സങ്കടത്തോടും വേദനയോടും വിവിധ മനസ്സോടുകൂടെ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ പഴയതെല്ലാം ഉപേക്ഷിക്കുവാൻ, പാപജീവിതത്തെ ഉപേക്ഷിക്കുവാൻ, വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുവാൻ, പരമവിളി ഇവർക്ക് ലഭിപ്പാൻ, സ്വർഗരാജ്യം കിട്ടുവാൻ, മാനസാന്തരപ്പെടുവാൻ, വിശുദ്ധരായി മാറുവാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ ശരീരത്തിലും ജീവിതത്തിലുമുള്ള ദുരാത്മാക്കൾ, പൈശാചിക ബാധകൾ, ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഈ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന ഓരോ വേദനകൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ, സങ്കടങ്ങൾ, അവയിലെല്ലാം ദൈവത്തിന്റെ കൃപ ഇറങ്ങി വ്യാപരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. ദിവസവും 2 മണിയോടെ ഈ ചെറിയ പ്രാർത്ഥനാ യോഗത്തിലും വൈകുന്നേരം 8 മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥനാ യോഗത്തിലും ദൈവമക്കളെ നമുക്ക് പങ്കുചേരാൻ അത്യുന്നതൻ ഭാഗ്യം തരട്ടെ. ദൈവത്തിന്റെ സ്നേഹം നമ്മോട് കൂടെ ഉണ്ടാകട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംബന്ധവും ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന സകല പ്രിയപ്പെട്ടവരോടും കൂടെ എന്നും എന്നാളും ഉണ്ടാകട്ടെ. ആമീൻ. ഹല്ലേലൂയ.